ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഇതള റോട്ടി അഥവാ ഹൊറോട്ടി പൊളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഇതള റോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇനി ഇതള റൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി മാറ്റി വെക്കാം. ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാറ്റി വെക്കണേ. ഇനി നമുക്ക് പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കുമ്പോഴേക്ക് അരി ഒന്ന് കുതിർത്തി വെക്കാം. ഞാനിപ്പം 2 കപ്പ് നേരിയ അരിയാണ് ഞാൻ എടുത്തത്. പച്ചരിയിലും ചെയ്തെടുക്കാം കേട്ടോ, പക്ഷേ ടേസ്റ്റ് നേരിയ അരി ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനിലോട്ട് കണ്ടോ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനൊരു ഹാഫ് ആൻ അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കാവാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ചെറിയ മിക്സിയുടെ ജാറായതുകൊണ്ട് ഞാൻ 2 തവണയാക്കിയിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നത്. അടുത്തത് കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ 3-4 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് ഒരു 2 വലിയ ഉള്ളി ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. അതൊന്ന് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിതാ സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിൽ ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിലോട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കഴിയുന്ന മസാല അല്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. മസാല ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നേരിയ അരിയും പച്ചരിയിലാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ. ഇനി ഇതിൽ വെള്ളം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരു 1/2 മുറിയോളം വലിയ ഉള്ളിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 2 ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1/2 മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കുറച്ച് ഏറെ തന്നെ വേണം കേട്ടോ. ഇനി തേങ്ങാപ്പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ചേറെ കൊഴുപ്പോട് കൂടി എടുത്താൽ മതി. അതുപോലെ തന്നെ കല്ലുപ്പാന്ന് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. സാധാരണ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല, കല്ലുപ്പാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പോളം നമ്മളെ സാധാ ചോറില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 മുട്ട ചേർത്തത് 2 കപ്പ് അരി എടുത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുക്കുന്നതെങ്കിൽ എല്ലാം പകുതിയാക്കി ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാർ ചെറുതായത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല നൈസായിട്ട് ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. അല്ലാണ്ടങ്ങ് ലൂസും ആവരുത്, എന്നാൽ അധികം അങ്ങ് തിക്കും ആവരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കൺസിസ്റ്റൻസി ലാസ്റ്റ് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ആവാൻ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് നമ്മൾ കല്ലുപ്പല്ല ചേർത്ത്. ഈ സമയത്ത് എനിക്ക് കല്ലുപ്പ് ചേർത്താൽ അത് അതിൻ്റെ കൂടെ ആയി വരാൻ കുറച്ച് താമസിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയുപ്പനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അരിക്ക് വശമുള്ള സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലായാലും കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴിയുമല്ലോ. കേക്ക് ടീനൊക്കെ ആകുമ്പോൾ ഒറ്റയടിക്കനെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിവശം ഒട്ടിപ്പിടിക്കയില്ല, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോഴേക്കും ഞാൻ വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടി സ്റ്റീമറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒഴിച്ചു കൊടുക്കുന്ന മുമ്പായിട്ട് ഈ ബാറ്റർ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒരു 2.5 തവിയെങ്കിലും ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് ലെയർ കുറച്ച് കട്ടിക്ക് കിടക്കണം കേട്ടോ. അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്.
ബാറ്റർ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് വേണം മസാല അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സ്പൂൺ വെച്ച് ഇടുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ തോന്നിയത് ഇതുപോലെ കൈ വെച്ച് ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ. അപ്പോൾ ഇതാ ഒരു ലെയർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് അതിൽ സെറ്റായി വരുമ്പോൾ അങ്ങനെ ലെയറാക്കി ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ബാറ്റർ ഫസ്റ്റ് ലെയറിന് ഒഴിച്ച പോലെ തിക്ക് ആക്കിയിട്ട് ഒഴിക്കരുത്. നമ്മൾ ഫസ്റ്റ് ലെയറിന് 2.5 തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളതിനൊക്കെ ഒരു 2 തവിയം കണ്ടേ വേണ്ടി വരും. അതൊന്ന് കവറാകുന്ന രീതിയിൽ ഒരു തിൻ ലെയറായിട്ട് വേണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതിങ്ങനെ ലെയറായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് തവി ഒഴിച്ച് അതിലേക്ക് സ്റ്റിക്കായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ കൂടെ കാണിച്ചു തരാം കേട്ടോ. അതുവരെ ആകുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുമല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ലാസ്റ്റ് ലെയർ ആയപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗീ ഓരോ ലെയറിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ ഗീ കൂടുതലാവുന്നതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിലും ഗീ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറിന് ഞാൻ മസാലയല്ല ഇട്ട് കൊടുത്തത്. ഞാൻ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട മസാല മാത്രം മതിയെങ്കിൽ അങ്ങനെ മസാല തന്നെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ടൈം അനുസരിച്ചിട്ട് ഓരോരുത്തരെയും ഇത് വെന്ത് വരുന്ന ടൈം വ്യത്യാസപ്പെടും. അരിയുടെയൊക്കെ ആ ഒരു ഇതിന്. പിന്നെ പച്ചരിയും നേരിയരിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇതുപോലൊരു കൊള്ളി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ കണ്ടോ അതിൽ ക്ലീനായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾവശം കുക്കായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നപ്പോൾ കണ്ടോ അതിൻ്റെ സൈഡ് വശത്തു നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന കണ്ടോ കേക്ക് ടിന്നിൻ്റെത്. ഇനിയിപ്പം ഏത് പാത്രത്തിലായാലും കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുത്ത് വരാൻ വെയിറ്റ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് കിട്ടത്തില്ല. ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ അടിവശം ഒട്ടിപ്പിടിക്കാതിരുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ അടിവശത്ത് നല്ല ഇതായിട്ട് വന്നില്ലേ. അത് ഒഴിച്ചു കൊടുത്ത ഉടനെ ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ ഇട്ടാൽ ഇതുപോലെ കിടക്കും. അല്ലെങ്കിൽ പിന്നെ മൊത്തം ഇതായിരിക്കും അതിൻ്റെ അടിയിലുണ്ടാകാൻ. അതായത് ചിക്കൻ്റെ മസാല അതിനേക്കാൾ നല്ല ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ആ മേൾഭാഗം തന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഒറോട്ടിപ്പോള റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എടുത്തതുപോലെ കൈമ റൈസ് തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കയ്യിൽ നേരിയരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ പച്ചരി കൊണ്ട് ചെയ്താൽ മതി. എളുപ്പം ചെയ്തെടുക്കുന്ന പോളയല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഹാർഡൊന്നും ആയിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ. അധികം ലൂസായി പോകരുത്, അന്നേരം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളില്ലേ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് അതിങ്ങനെ കൈവെക്കുമ്പോൾ കണ്ടോ അതിങ്ങനെ വിട്ട് വരുന്ന ചെറിയൊരു ചൂടുള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ എടുക്കാൻ കാണിച്ചു തരാൻ പറ്റാത്തത്. ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങളിതൊന്ന് ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ ഓരോ ഇതൾ പോലെ തന്നെ വരും. അതുകൊണ്ടാണ് ഇതിള റോട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.